പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പേരിൽ 5 പേർ CPM-ന്റെ പ്രധാന നേതാക്കളാണ്. കേസിൽ ശിക്ഷാവിധി ജനുവരി 3-ന് പ്രഖ്യാപിക്കും. ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A. പീതാംബരനടക്കം 14 പ്രതികളെയാണ് പ്രത്യേക CBI കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. 10-15 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞതിനാൽ പ്രധാന പ്രതികൾക്കുള്ള ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് CBI കോടതി വിധിയിൽ വ്യക്തമാക്കി. കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച കുറ്റമാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടുന്ന 14, 20, 21, 22 പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. 14 പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാവരും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത്തേക്കെല്ലാം സന്തോഷമുണ്ട്. കോടതി വിധി നല്ല സന്തോഷമാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേരിൽ 10 പേരും CBI പ്രതി ചേർത്ത 10-ൽ 4 പേരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. IPC 225 പ്രകാരം കുറ്റം തെളിഞ്ഞെങ്കിലും K. മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം. കേസ് CBI കെട്ടിപ്പൊക്കിയ കഥയാണെന്നും ഗൂഢാലോചനാവാദം പൊളിഞ്ഞെന്നും പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. ആ കഥ CBIയുടെ കഥ കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 16, 17, 18, 19 പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ടിരുന്നപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. എറണാകുളം CBI കോടതി ജഡ്ജ് N. ശേഷാദ്രിനാഥനാണ് വിധി പ്രസ്താവിച്ചത്. ജനുവരി 3-ന് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. S. ശ്രീകാന്ത്, 24, കൊച്ചി.